നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന മേഖല ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഷെയർ ട്രേഡിങ്ങും അതുപോലെ മറ്റുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിലാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത വായിച്ചു. കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ആളുകളിൽ നിന്ന് പണം ശേഖരിച്ച് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ പണം ശേഖരിച്ച് പിന്നീട് ഉയർന്ന റിട്ടേൺ വാഗ്ദാനം ചെയ്യുകയും ആ പണം ഇവർക്കെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? പറയുമ്പോൾ മലയാളികൾ സാക്ഷരതാ നിലവാരത്തിലും ഹയർ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിലും എല്ലാം വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പിന്നോക്ക വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലയാളികൾ വളരെ മുന്നിലാണ്. എന്നിരുന്നാലും നമ്മളാണ് പലപ്പോഴും ഇത്തരം ഫൈനാൻഷ്യൽ ഫ്രോഡ്സിന് ഏറ്റവും കൂടുതൽ ബലിയാടാവുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാതെ അവർ പറയുന്ന തട്ടിപ്പുകാർ വാഗ്ദാനം ചെയ്യുന്ന ഉയർന്ന റിട്ടേൺ മാത്രം ആലോചിച്ച് പണം കൊടുക്കുമ്പോഴാണ്. ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം അവരുടെ ക്രെഡൻഷ്യൽസ് ആണ്. ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം അവർക്ക് ഇന്ന ആക്ടിവിറ്റി ചെയ്യാൻ ഏത് റെഗുലേറ്ററുടെ ലൈസൻസ് ആണ് ഉള്ളത്. മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിക്കും സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് റെഗുലേറ്റർ. ഈ സെബിയുടെ അപ്രൂവൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സിന് മാത്രമേ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രമേ, അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സിന് മാത്രമേ പബ്ലിക്കിൽ നിന്ന് പണം സ്വീകരിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ കൂണ് പോലെ മുളച്ചു പോകുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെർട്സും സോ കോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെർട്സും ഇതൊന്നുമില്ലാതെ ഒരു ഓഫീസ് വാടകയ്ക്ക് എടുത്ത് പരസ്യം കൊടുത്ത് സാധാരണക്കാരായ ആളുകളെ, പ്രത്യേകിച്ച് NRIs ഉൾപ്പെടെയുള്ളവരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് മനുഷ്യൻ്റെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആർത്തിയുടെ അനന്തരഫലമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒരാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൈമാറുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ലൈസൻസ് മുതലായവ ചെക്ക് ചെയ്യാതെ ഒരിക്കലും കൊടുക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും അനോണിമസ് കോൾസ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സിൻ്റെ രൂപത്തിൽ വരികയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുക. ഞാൻ ഈ പറഞ്ഞ അംഗീകാരം, റെഗുലേറ്ററി അപ്രൂവൽസിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു തുറന്ന ഡിസ്കഷന് തയ്യാറാകാൻ പോലും പാടുകയുള്ളൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇത്തരം ഫ്രോഡ്സിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സെബി, RBI മുതലായ റെഗുലേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അവരെ ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ലിസ്റ്റുകളെല്ലാം ഓൺലൈൻ ലഭ്യമാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫ്രോഡുകളിൽ നിന്നും രക്ഷപ്പെടാം.